യുവവാണി. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ GS, നിഖിൽ R. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയ സുരേഷ് നായർ. ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കണമെങ്കിൽ അതിന്റെ ആയുധശേഖരം നോക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ യുവതയും വിദ്യാഭ്യാസ സംവിധാനവും നോക്കിയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഈ മേഖലയിൽ നടത്തിയ ഒരു യാത്ര, പുതിയ നയങ്ങളായിക്കോട്ടെ, പദ്ധതികൾ, ഡിജിറ്റൽ റെവല്യൂഷൻ, ഇതൊക്കെ ശരിക്കും ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ യൂത്തിൽ നിന്ന് തന്നെ ഇന്ന് അറിയാം. എന്നോടൊപ്പം ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് 3 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ്, ശില്പ, അഖില ആൻഡ് നിഖിൽ. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ശില്പ GS, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ ആം ആൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് നാഷണൽ ലെവൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഈ വർഷം. നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് വോളണ്ടിയർ ആയിരുന്നു. നമസ്തേ, എന്റെ പേര് നിഖിൽ R. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരിലുള്ള അമൃത വിശ്വവിദ്യാപീഠം കോളേജിൽ അവസാന വർഷ BTech വിദ്യാർത്ഥിയാണ്. ഞാൻ 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ലെവൽ കാൻഡിഡേറ്റ് കൂടിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൈ ഭാരത് വോളണ്ടിയേഴ്സിൽ നിന്ന് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. കഴിഞ്ഞ 12 വർഷത്തില് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ നിങ്ങൾക്ക് ആസ് മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ പേഴ്സണലി ഒരു ഗ്രൗണ്ട് ലെവൽ ഇമ്പാക്ട് ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സ്കീംസിനെ പറ്റി പറഞ്ഞു തരാമോ? ഓക്കെ ശ്രേയ, അതില് നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഗവൺമെന്റ് വരുന്നതിന് മുന്നേ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു മുഴുവനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു മിനിസ്ട്രിയെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് മാറിയതോടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതവും കാര്യക്ഷമവുമായി മാറി. ദെൻ ഇതിലൂടെ വേഗത്തിലൂടെ തീരുമാനങ്ങൾ, വ്യക്തമായ ബജറ്റ് വിനിയോഗം, സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ, ഇതെല്ലാത്തിനും മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു മിനിസ്ട്രിയിലൂടെ സാധിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തത് തന്നെ PM ശ്രീ സ്കൂൾ, അതായത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. 2022 ഈ ഒരു കേന്ദ്ര പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ അടിസ്ഥാനമായിട്ടാണ് ഇന്ത്യയിലെ സ്കൂളുകളെ മോഡൽ സ്കൂൾസായി വികസിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം വെച്ചത് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 14,500 സ്കൂളുകൾ ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 7,500 കോടി സ്കീം ലെവലിന് നമ്മൾ ഇത് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2026-27 7,500 കോടി തുടർച്ചയായി നിലനിർത്തി സ്കീം സ്പെൻഡിംഗ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെന്നാൽ, നമുക്ക് മുന്നേ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകളിലെല്ലാം നമുക്കറിയാം, ഒരു പ്രത്യേകിച്ച് ഡിജിറ്റലൈസ് അങ്ങനെ ഒരു സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു PM ശ്രീ സ്കൂൾ പദ്ധതി വഴി നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമായിട്ട് മാറ്റുകയും ഒരു ഡിജിറ്റൽ ലേണിംഗിലൂടെ മാറ്റുകയും ദെൻ സയൻസ് ലാബ്, മാത്സ് ലാബ്, ലൈബ്രറീസ്, സ്പോർട്ട് ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സവിശേഷതകൾ കൂട്ടി സ്കൂളുകളിൽ പല പദ്ധതികൾ ചേർത്ത് PM ശ്രീ സ്കൂൾ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്കൂളുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നടത്തുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഗുണമേന്മയും എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PM ശ്രീ പദ്ധതി നിലവിൽ വന്നത്. അതിന്റെ കൂടെ തന്നെ അടൽ ഇന്നോവേഷൻ മിഷൻ, അതായത് എയിം എന്ന് പറയും, ഇത് നമ്മുടെ നീതി ആയോഗിന്റെ കീഴിലാണുള്ളത്. ഇതിൽ STEM ലാബാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം. ഇതിൽ സർക്കാർ ലക്ഷ്യം എന്ന് പറയുന്നത് 50,000 ലാബുകളാണ് 5 വർഷത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ വരുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ്. ഇപ്പം നിലവിൽ നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന AI, 3D പ്രിന്റിംഗ്, ഇലക്ട്രോണിക് കിറ്റ്സ്, ലേൺ ബൈ ഡൂയിങ്, അതായത് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുഞ്ഞിലെ മുതലേ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് കുട്ടികൾ
കുട്ടികൾക്കിടയിൽ ഒരു സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായമാണ്. അഖില ഓൾറെഡി മെൻഷൻ ചെയ്തു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയൊരു പരിഷ്കാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അഥവാ NEP. 1986 ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ആദ്യ സമഗ്ര വിദ്യാഭ്യാസ നയമാണിത്. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, അതുപോലെ വിമർശനാത്മക ചിന്ത, തൊഴിൽ നൈപുണ്യം, സമഗ്ര വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഒരു നയം രൂപീകരിച്ചിട്ടുള്ളത്. പഴയ 10+2 വിദ്യാഭ്യാസ ഘടനയ്ക്ക് പകരം ഇപ്പോൾ 5+3+3+4 എന്ന ഒരു പുതിയ ഘടനയാണ് ഈ NEP 2020 അവതരിപ്പിക്കുന്നത്. സോ ഇതിലൂടെ നമുക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനും ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു. 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി, കുട്ടികളിൽ അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ ഉറപ്പാക്കുന്നതിന് ഈ ഒരു നയം പ്രത്യേക ഒരു ശ്രദ്ധ നൽകുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇനി കല, ശാസ്ത്രം, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങൾക്കിടയിലെ ഒരു കർശനമായ ഒരു വേർതിരിവില്ലാതെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ കഴിയും. കോഡിംഗ്, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയും ചെറുപ്പം മുതൽ തന്നെ ഇത് പരിചയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അഥവാ ABCID എന്നത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടാറുണ്ട്. പല വിദ്യാർത്ഥികളും നമുക്കറിയാവുന്നതുപോലെ ചില സാഹചര്യത്താൽ അവരുടെ കോഴ്സ് നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ പദ്ധതി ഒരു വലിയ പ്രയോജനമാകും. അതായത് ഒരു സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നമ്മൾ ഒരു ബാങ്കിൽ എങ്ങനെ പൈസ ഇടുന്നോ അതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്ത, അതായത് നമ്മൾ പഠിച്ചെടുത്ത ക്രെഡിറ്റ്സ് എല്ലാം ഈ ABCIDയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിർത്തിയ പഠനം നമുക്ക് മറ്റു യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതൊരു ഫ്ലെക്സിബിലിറ്റി നമ്മളെ അവിടെ കൊണ്ടുവരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സംവിധാനം അല്ലേ. ഇതൊരു ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാലും നമുക്ക് ഈ ഒരു യോഗ്യതകൾ വെച്ച്, ഓൾറെഡി കിട്ടിയൊരു യോഗ്യത വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഓൺലൈൻ പഠനത്തിനും NEP നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യം. കൂടാതെ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പ്രാരംഭ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പഠനം കൂടുതൽ ഒരു സ്വീകാര്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അറിവ് നേടുക മാത്രമല്ല, ജീവിതത്തിനും തൊഴിലിനും സമൂഹത്തിനും തയ്യാറായ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് NEP 2020യുടെ ഒരു പ്രധാന ലക്ഷ്യം. ഇനി പറയേണ്ട ഒന്നാണ് ഡിജിറ്റലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിജിറ്റലൈസേഷന്റെ പ്രാധാന്യം. ഇവിടെ പറയേണ്ട ഒരു പദ്ധതിയാണ് ദീക്ഷ. സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനായിട്ട് ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ, ഒരു ഇന്ററാക്റ്റീവ് ഉള്ളടക്കം, അധ്യാപക പരിശീലന മൊഡ്യൂളുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് PM E-വിദ്യ. രാജ്യത്ത് ഏകീകൃത ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ PM E-വിദ്യ എന്നുള്ളത്. ഓൺലൈൻ ക്ലാസുകൾ, TV റേഡിയോ അധിഷ്ഠിത പഠനം, QR കോഡ് കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അടുത്ത പദ്ധതിയാണ് സ്വയം. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കോളേജിൽ പോയാൽ അവിടെ കരിക്കുലം ഒരു ഫിക്സഡ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റും കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ കരിക്കുലം കൂടാതെ തന്നെ വേറെ പല സ്കില്ലുകളും നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും. അതിനൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം. അതായത് നമ്മുടെ IIT, IIM തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ സൗജന്യമായി കുട്ടികൾക്ക് ഈ കോഴ്സുകൾ നൽകുന്നു. അപ്രകാരം നമ്മുടെ ഓരോ സ്ട്രീമിലേക്കുള്ള സ്കില്ല് അത് ശരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കും. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് സ്വയം പ്ലസ്. ഈ സ്കീം പ്രകാരം ഈ തൊഴിൽ സാധ്യത, അതായത് ഇപ്പോൾ നമുക്ക് അറിയാം AI, ഡേറ്റാ സയൻസ്, അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതെങ്ങനെ തൊഴിലിലേക്ക് കൊണ്ടുവരാം, ആ സ്കില്ലുകൾ എങ്ങനെ തൊഴിൽ ഉപയോഗിക്കാം എന്നൊരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയതാണ് ഈ സ്വയം പ്ലസ്. നമ്മൾ ഈ പ്രോഗ്രാംസിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് നോക്കിയാൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു വലിയ ബൂം. ഇപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയി പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടുതൊട്ടേ പറയാറുണ്ട്, പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര വലിയ ആളായാലും നമുക്ക് പുതിയ കാര്യങ്ങൾ അത് ഫ്രീ ആയി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ നമുക്ക് അത് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അത് നമ്മുടെ ജോലിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനും ആ പ്രകാരം നമ്മുടെ രാജ്യത്തിനെ വളർത്താനും നമുക്ക് ഈ പ്രോഗ്രാംസ് കൊണ്ടെല്ലാം സാധിക്കും. നിഖിൽ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്നാണ് IIT ആപ്പും പോർട്ടലും. ഈ IITയിൽ പഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ 13 ഭാഷകളിൽ ഗുണനിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ആപ്പിലൂടെ ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്നാണ് ജിയാൻ. ഇന്ത്യയിലെ
ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഉയർത്തുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. തുടക്കമെന്ന നിലയിൽ IIT-കളിലും IIM-കളിലാണ് കേന്ദ്ര സർക്കാർ സർവകലാശാലകൾ, NIT-കൾ ഇവിടേക്കാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ ഇവിടെ സ്വയത്തെ പറ്റിയും ABCIDയെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വയം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തായിരുന്നു, നമ്മുടെ AI റെവല്യൂഷന് ശേഷം എഡ്യൂക്കേഷൻ സെക്ടർ ഇന്ന് നമുക്ക് കുറച്ച് നാൾ മുന്നേ നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ആ എഡ്യൂക്കേഷൻ സെക്ടർ അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പോളിസീസിലോട്ട് AI ഇന്റഗ്രേഷൻ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് ആ ഇന്റഗ്രേഷൻ നടന്നിട്ടുള്ളത്? അതായത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒത്തിരി പോർട്ടലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വയം പ്ലസ് അതെല്ലാം. അതിനെല്ലാം കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, അതായത് AI എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാസാഗരത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക്, അതായത് കുട്ടികളുടെ ഇടയിലേക്ക് അത് എങ്ങനെയെല്ലാം നല്ലതുപോലെ യൂസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് SOAR എന്ന് പറയും, SOAR, സ്കില്ലിംഗ് ഫോർ AI റിഡ്നസ്. അതായത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതിന്റെ AI കോൺസെപ്റ്റ്, അതിന്റെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠന വിഷയത്തിൽ ചേർത്ത് ഏകദേശം ഒരു 15 മണിക്കൂർ മൊഡ്യൂളിലൂടെ അവരുടെ പഠന വിഷയത്തിലൂടെ ചേർത്ത് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വളർത്തിയെടുത്തോണ്ട് വരിക എന്നുള്ളൊരു ഇതിൽ SOAR എന്നുള്ളൊരു സ്കീം ഇന്ത്യ ഗവൺമെന്റ് ജൂലൈ 2025 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു രാജ്യത്തെ തന്നെ AI മേഖലയെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ AI-നെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സ്കില്ല് എന്നുള്ളത്. കാരണം പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ സ്കിൽഡ് ആയിരിക്കണം ഒരു ജോബ് വേണം എങ്കിൽ. അപ്പൊ എങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെന്റും ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതിലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതിൽ നാഷണൽ കരിയർ സർവീസ്, അതായത് NCS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇന്ത്യ ഗവൺമെന്റ് 2015 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു എംപ്ലോയ്മെന്റ് പോർട്ടലാണ് സത്യത്തിൽ. അതായത് ജോബ് സീക്കേഴ്സ്, എംപ്ലോയേഴ്സ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയെ അത് ഒരുമിപ്പിച്ചിട്ട് ഒരു പോർട്ടലാക്കി അത് എടുത്തിട്ടുണ്ട്. ഏകദേശം 2025 വരെ 6 കോടി ജോബ് സീക്കേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 54 ലക്ഷം എംപ്ലോയേഴ്സ് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. 8 കോടി വേക്കൻസീസ് മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. 2022-23 മാത്രം 35.7 ലക്ഷം വേക്കൻസീസ് രേഖപ്പെടുത്തി. അത് റെക്കോർഡ് ലെവലായിട്ടുള്ള വേക്കൻസീസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2024 20 ലക്ഷം ആക്റ്റീവ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലും നമ്മൾ ജോബ് സീക്കേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് ജോബിൽ നമ്മൾ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ അയക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഗവൺമെന്റ് ഒരു ട്രസ്റ്റഡ് പോർട്ടൽ എന്നുള്ള രീതിയിൽ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നാഷണൽ കരിയർ സർവീസ് എന്നുള്ളത് ജോബ് സീക്കേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റ് ജോബ്സിന് ഒരുമിച്ച് നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അതായത് ഒരു എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മളിത് സഹായിക്കും. കരിയർ ഗൈഡൻസ്, അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ്, ഇത് തരത്തിലുള്ള എല്ലാ തരത്തിലും നമുക്കത് ഭയങ്കര സഹായകരമായിട്ടുള്ള ഒരു പോർട്ടലാണ് നാഷണൽ കരിയർ സർവീസ്. അടുത്തൊരു നമ്മുടെ ഒരു മേഖലയാണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ കുട്ടികളും യുവാക്കളും എല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇന്ത്യയിലെ യുവാക്കളിൽ 6.1 കോടിയോളം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും പോപ്പുലേഷനെക്കാട്ടി കൂടുതൽ യൂത്ത് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകുന്നത്. ഈ യൂത്താണ് നമ്മുടെ ഭാവി ഇന്ത്യയെ നയിക്കേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ. ആ പോർട്ടൽ വഴി നമുക്ക് അറിയാം, ചില വിദ്യാർത്ഥികൾ ഫിനാൻഷ്യലി കുറച്ച് വീക്ക് ആയിരിക്കും, പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പല ബാങ്കുകൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ലോൺ സാങ്ഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു. ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഗവൺമെന്റ് സൂപ്പർവിഷൻ ഉണ്ടാവും. അതുകൊണ്ട് ബാങ്കുകൾക്ക് നമ്മളെ ഒരു തരത്തിലും കബളിപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതൊരു എപ്പോഴും ഗവൺമെന്റിന്റെ ഒരു സൂപ്പർവിഷൻ ഇതിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും ഈ പോർട്ടൽ വഴി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്നതിൽ നമ്മൾ 4 ആൾക്കാരിൽ 3 ആൾക്കാരും സ്ത്രീകളാണ്. അപ്പൊ നാരി ടു നാരായണി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ആകണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിമൻ ആൻഡ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഓഫൻ നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് സംസാരിക്കുന്ന 2 വിഷയങ്ങളുമാണ്. കഴിഞ്ഞ 12 വർഷം ആ ഒരു ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് പെർഫോം ചെയ്തിട്ടുള്ളത്? വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശ്രേയ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസമുള്ള സ്ത്രീ ശക്തമായ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും അടിത്തറയാണ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഓൾറെഡി തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതുപോലുള്ള പദ്ധതികൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വലിയൊരു എൻകറേജ്മെന്റ്, പ്രോത്സാഹനം തന്നെയാണ് നൽകുന്നത്. പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശന നിരക്ക്
നിരക്കും തുടർ പഠന നിരക്കും ഇതൊക്കെ ഇതുമൂലം വർദ്ധിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന. ഇതുപോലുള്ള പദ്ധതികളാണെങ്കിൽ പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കളെ സാമ്പത്തികമായി തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്കായി പരമാവധി പലിശ നിരക്കിൽ പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ കാതൽ. ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപയും ഏറ്റവും കൂടുതൽ നിക്ഷേപം 1,50,000 രൂപയുമാണ്. സോ ഇതിൽ പരമാവധി 14 വർഷത്തേക്കാണ് നിക്ഷേപം നടത്തേണ്ടത്. ഇന്ന് ഇന്ത്യയിലെ നിരവധി സർവകലാശാലകളിലും കോളേജസിലും പെൺകുട്ടികളുടെ പ്രവേശനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ മെഡിസിൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഗവേഷണം, സംരംഭകത്വം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ത്രീകൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. ഒരു വികസിത ഭാരതത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും നേതൃത്വവും വളരെ നിർണായകമാണ്. സോ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി തന്നെ മാറുന്നു. അടുത്തതായി നമുക്ക് ഈ വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ, അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകാറില്ല, പോയാൽ തന്നെ ഒരു 4ാം ക്ലാസ് അവിടെ നിർത്തുക എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സർക്കാർ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. അപ്രകാരം പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. അവർ ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വരികയും ചെയ്യുന്നു. നമ്മൾ നോക്കിയാൽ പണ്ട് നമ്മൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു അനുപാതം നോക്കിയാൽ ആൺകുട്ടികൾ വളരെ മുന്നിലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജെൻഡർ പാർട്ടി ഇൻഡെക്സ്, അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിദ്യാഭ്യാസത്തിൽ ഏകദേശം സമാനമായ ഒരു റേഷ്യോയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. അതൊരു നല്ല സൂചനയാണ് തരുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ പദ്ധതികളെല്ലാം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയ UN, യൂണിസെഫ് പോലെയുള്ള പല സംഘടനകളും ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വളർച്ച അവരുടെ ശരാശരിയേക്കാൾ ഏറ്റവും മുകളിലാണ്. അതൊരു നല്ല ഈ പദ്ധതി നമ്മൾ എങ്ങനെ നടപ്പാക്കി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു നേർ ചിത്രമാണ് ഈ റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതിൽ നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ഗവൺമെന്റ് പരിചയം കാണത്തില്ല എടുത്തൊരു 2 സ്കീമുകളായിരുന്നു നൈ മൻസിൽ ആൻഡ് ഉസ്താദ്. അതായത് ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ ഉപജീവന സംരംഭമാണിത്. അതായത് നൈ മൻസിൽ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ന്യൂനപക്ഷ സമുദായ യുവാക്കൾക്ക് നാഷണൽ ഓപ്പൺ സ്കൂൾ പോലുള്ള ഔപചാരിക വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ സർട്ടിഫിക്കറ്റ് നേടുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ദൗത്യം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഉസ്താദ് എന്ന സ്കീമിലൂടെ നമ്മുടെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പാരമ്പര്യ കലകളും കരകൗശല വേലകളും സംരക്ഷിക്കുന്നതിന് ഭാരതത്തിന്റെ വൈഭവം മെച്ചപ്പെടുത്തുകയും അതിനുള്ള പരിശീലനം നൽകുന്നതാണ് ഈ ഉസ്താദ് എന്നുള്ളത്. ഈ 2 സ്കീമുകളിലും നൈ മൻസിൽ സ്കീമിലാണെങ്കിൽ 30% സീറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഉസ്താദ് എന്നുള്ള സ്കീമിലാണെങ്കിൽ 33, അതായത് കുറഞ്ഞത് 33% സീറ്റുകൾ ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. വിമൻ എംപവർമെന്റ് എന്നുള്ളതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് ഈ 2 സ്കീമിലൂടെ എന്തായാലും നമ്മുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ കുറെ പോളിസീസ് കേട്ടു, സ്കീംസ് കേട്ടു, എങ്ങനെ AI പോലെ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇൻസ്റ്റന്റ്ലി നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടു. അപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ മൈ ഭാരത് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന യൂത്തിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ആക്ച്വലി വിദ്യാഭ്യാസം എന്നത് ഒരു സർട്ടിഫിക്കറ്റോ ജോലിയോ നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യലും. അത് ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു വളർത്തുന്ന ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് ഈ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസ നയങ്ങളുടെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു പോസിറ്റീവ് മാറ്റം, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന നിലയ്ക്ക്. സോ അതിനാൽ സമത്വം, ഗുണനിലവാരം, നൈപുണ്യ വികസനം എന്നിവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നമ്മുടെ പോളിസീസ് ആയാലും സ്കീംസ് ആയാലും ഒക്കെ കൊണ്ടുവരണം. ഇതിലൂടെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് തന്നെ നയിക്കാൻ പറ്റും. അതെ, ശില്പ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അതിൽ നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവർ പറഞ്ഞിരുന്ന ഏറ്റവും നീചമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഭാരതത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തകർത്താൽ മതി. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ ഭാരതത്തിലുള്ള വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. നളന്ദിയും തക്ഷശിലയും ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസും കോടാനുകോടി ആൾക്കാരെ അവിടെ ഇൻവോൾവ്ഡ് ആക്കി, അത്രയും ലൈബ്രറീസ്, അത്രയെല്ലാം കോടിക്കണക്കിന് ശേഖരണം, ഫെസിലിറ്റീസ്, അതെ അത്രയും ഫെസിലിറ്റീസ് എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിരുന്നു സത്യം പറഞ്ഞ ഭാരതം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തകർക്കാൻ നോക്കി
കഴിഞ്ഞാൽ ഭാരതത്തെ ബേസ് ആയിട്ടുള്ള ഇത് തന്നെ തകർക്കാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ അതിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ട് ഒരു സിവിക് സെൻസ് അത് നമ്മൾ ഈ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ ഈ ഭാരത് വോളണ്ടിയേഴ്സിലും അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്തിലൂടെയും എഡ്യൂക്കേഷൻ സ്കൂളിലൂടെ എല്ലാം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, റെസ്പെക്ട്, ബഹുമാനം കൊടുക്കുക, തുല്യത, ഇതെല്ലാം എഡ്യൂക്കേഷനിലൂടെ അത് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ്, ഈ ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതും എല്ലാം വീട്ടിലേക്കാളും സ്കൂളുകളിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബുകളിലൊക്കെ ആയി. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു പാഠമുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു നല്ല പാഠത്തിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നല്ല നല്ല മൊഡ്യൂൾസും നല്ല നല്ല ഒരു സ്കീമും കാര്യങ്ങളും ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ആ ഒരു നല്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു ഗുഡ് ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ഗുഡ് ക്യാരക്ടറായിട്ട് മാറണമെന്നല്ല, പക്ഷേ എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് എത്രയെല്ലാം നമ്മളിനി വളർന്ന് വലുതായാലും ഒരു എളിമ കാര്യങ്ങളെല്ലാം അത് കിട്ടും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഡീപ്പ് റൂട്ടിലോട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എല്ലാവരിലും എത്തി അവർ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്തെല്ലാം മെറിറ്റുകളുണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്, അതിനെങ്ങനെയെല്ലാം മാറ്റണം എന്നുള്ളൊരു സജഷൻ നമുക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും ആവണം, ഒരു മെന്റലി ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഫുൾ രൂപീകരണമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി മാത്രമല്ല, ആ എഡ്യൂക്കേഷൻ പുറത്തുള്ള ആളുകൾക്കും അത് കൊടുക്കുക. അതായത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം പല ആളുകൾക്ക് ഇപ്പൊ പത്മ അവാർഡ് അത് അർഹരായവര്, അതായത് ചെറിയ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അത് അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവരെ നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ച സ്കില്ല് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അവരെയും കൂടെ സഹായിക്കുക. അങ്ങനെ അവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. അത് അവരും മറ്റാർക്കെങ്കിലും അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ എങ്ങനെ എന്തു പഠിച്ചു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണും. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിലൊരു തോട്ട് വരും, തെറ്റല്ലേ, അങ്ങനെ ഒരു ബോധം വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ചേഞ്ച് ചെയ്യാൻ ഒരു മെന്റാലിറ്റി കൊണ്ടുവരും. അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായി ഇപ്പൊ പുതിയ NEP അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിഖിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം പകർന്നു നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കേൾവിയിലുണ്ടായിരുന്ന ഈ ഗുരുകുല സംവിധാനം, അതായത് ആ ഗുരു അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുണ്ടോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അത് പകർന്നു നൽകുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ആ ഒരു കഴിവ് പകർന്നു നൽകുന്നുണ്ട്, എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ അത് കിട്ടുന്നുണ്ടെന്ന് നമ്മളത് ചർച്ച ചെയ്യേണ്ടത് ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്തുള്ള ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്രത്തോളം കുട്ടികളിൽ അത് എഫക്റ്റീവായിട്ട് ഈ റോൾ മോഡൽ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് പല ആക്ടേഴ്സ് കാണും, ചിലപ്പോൾ കഥാകൃത്തുകളും പോയട്രി ഇവരൊക്കെ കാണും. പക്ഷെ അവര് നല്ലതായിട്ട് ചെയ്തപ്പോൾ ഈ ഡ്രഗിന്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ പകർന്നു നൽകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി പല പുതിയ പോളിസീസും എങ്ങനെയാണ് നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്താ പറയുക, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശില്പയ്ക്കും അഖിലയ്ക്കും നിഖിലിനും വലിയൊരു നന്ദി പറയട്ടെ. അപ്പൊ നിങ്ങളുടെ വോയിസ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ദ യൂത്ത് ഓഫ് ഇന്ത്യ ആൻഡ് അതിലൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹോപ്പ്, ക്ലാരിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സെഷൻ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ GS, നിഖിൽ R. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.